അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന തെളിവുകൾ നിരത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, തെളിവുകളുടെ പിന്തുണയോടെയും പ്രതിപക്ഷത്തോടുള്ള പകവീട്ടലിൻ്റെ ഭാഗമായും രണ്ട് തരത്തിൽ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കാറുണ്ട്. BJPക്കൊപ്പം നിൽക്കുന്നവരും പിണറായി വിജയനെ പോലെ മോദിക്ക് സഹായം ചെയ്യുന്നവരുമൊക്കെ ഇവരുടെ കണ്ണിൽ പെടില്ല. എങ്കിലും മറ്റുള്ളവരെ മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ തന്നെ അവർക്കറിയാം. പക്ഷേ സുപ്രീം കോടതി അടക്കമുള്ള നീതിന്യായ പീഠത്തിൻ്റെ സഹായത്തോടെയാണ് ഇതിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുന്നത്. അങ്ങനെ അറസ്റ്റിലായ രണ്ട് മുഖ്യമന്ത്രിമാരുടെ പോരാട്ടമാണ് ഇപ്പോൾ രാജ്യം കണ്ടതും രാജ്യത്ത് ശ്രദ്ധേയമായതും. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഒന്നാമത്. 5 മാസത്തിലേറെ ജയിലിൽ കിടന്ന് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ തെളിവുകൾ പ്രതികൂലമായി വന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പൂർണ്ണമായും കുരുക്കിലേക്ക് നീങ്ങുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ CBI ആണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ റോസ് അവന്യൂവിലെ പ്രത്യേക CBI കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ആ അഴിമതിയിലൂടെ 100 കോടി രൂപയുടെ കോഴപ്പണം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഒരു വശത്ത് കേന്ദ്രം പിടിമുറുക്കുമ്പോൾ മറുവശത്ത് കെജ്രിവാളിനെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണി ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കെജ്രിവാളിൻ്റെ കാര്യം ഇനി ഇന്ത്യ മുന്നണി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് നല്ലത്. കാരണം കേസിൽ പ്രതിയായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ 1.5 വർഷത്തിനടുത്തായി ജയിലിൽ കിടക്കുകയാണ്. വ്യക്തമായ തെളിവ് അദ്ദേഹത്തിൻ്റെ മേലുണ്ടെന്നും അഴിമതി നടത്തിയത് ശരിയാണെന്നും കണ്ടുകൊണ്ടായിരിക്കണം സുപ്രീം കോടതിയും സിസോദിയയ്ക്ക് തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്നത്. ഇപ്പോഴിതാ സിസോദിയയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഓഗസ്റ്റ് 5 വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. ഹർജിയിൽ മറുപടി നൽകാൻ ഇഡിക്ക് കോടതി സമയം നൽകിയിട്ടുണ്ട്. 16 മാസത്തോളമായി താൻ കസ്റ്റഡിയിലാണെന്നും തനിക്കെതിരായ വിചാരണ നടന്നിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സിസോദിയ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയത്. സിസോദിയയ്ക്ക് പുറമെ BRSന്റെ നേതാവ് K ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത റാവു ഉൾപ്പെടെ 18 പ്രതികൾക്കെതിരെയാണ് കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചത്. അതായത് ആം ആദ്മി പാർട്ടി നേതാക്കളും BRS നേതാക്കളും ചേർന്ന് നടത്തിയ ഒരു കുംഭകോണമാണിതെന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചു കഴിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിനും അഴിമതിക്കും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പകവീട്ടാറുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ തന്നെ ഈ മദ്യനയ കേസും ഉൾപ്പെടുത്താൻ ഇന്ത്യ മുന്നണി ശ്രമിക്കരുത്. ഇത് വലിയ അഴിമതിയാണെന്ന് തെളിഞ്ഞു വരികയാണ്. കെജ്രിവാളും അഴിമതിക്കാരനാണെന്ന് തെളിയുന്നതോടെ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ഇന്ത്യ മുന്നണിയും പ്രതിരോധത്തിലാകും എന്നതിൽ സംശയം വേണ്ട. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ 1100 കോടി രൂപയുടെ അനധികൃത ഇടപാട് നടന്നതായാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ED എടുത്ത കേസിൽ സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും അഴിമതിയുടെ വ്യക്തമായ തെളിവുള്ളത് കൊണ്ട് വൈകാതെ തന്നെ CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോഴയായി ലഭിച്ച 100 കോടി രൂപയിൽ 44.5 കോടി രൂപ 2021-22 കാലഘട്ടത്തിൽ ഹവാല ഇടപാടുകളിലൂടെ ഗോവയിലേക്ക് മാറ്റിയെന്നാണ് കുറ്റപത്രത്തിൽ CBI പറയുന്നത്. ഇത്രയും വ്യക്തമായി വലിയൊരു ഫിഗർ എമൗണ്ട് വ്യക്തമാക്കിക്കൊണ്ട് കണ്ടുകെട്ടിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ കുറ്റപത്രം നൽകുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ ഒപ്പം ചേർക്കുന്നത് ഇനി കാര്യമറിഞ്ഞു വേണമെന്നതാണ് പലരുടെയും അഭിപ്രായം. അഴിമതിക്കാരാണെങ്കിൽ തള്ളിപ്പറയുകയും പ്രതികാരമാണെങ്കിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നണി മാറിയാൽ ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുക തന്നെ ചെയ്യും.